ഹലോ മൈ ഡിയേഴ്സ്. ഒരു ഹോം ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് അടിപൊളിയായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാഷൻ ഡിസൈനറിന് വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രോക്കി എങ്ങനെ വരയ്ക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് ഇനി നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മേടിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാതെ. അപ്പം മെഷർമെൻറ്റ്സിൻ്റെ ടൂൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്തായിരിക്കും? മെഷറിങ് ടേപ്പ് ആയിരിക്കും അല്ലേ. നമുക്ക് നമ്മുടെ ജേണിയിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഈ മെഷറിങ് ടേപ്പാണ് ഇത്. അപ്പോൾ ഈ മെഷറിംഗ് ടേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ക്വാളിറ്റിയിലും നമുക്ക് കിട്ടും. ആക്ച്വലി ഈ ഒരു സംഭവത്തിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 6 months കഴിയുമ്പോഴത്തേക്കും ഇത് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും യൂസ് ചെയ്യുമ്പോൾ ഓവർ യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒക്കെ ഒരു പോയിൻറ്റ്, ഒരു 1.2 പോയിൻ്റൊക്കെ ഇങ്ങോട്ടും മെഷർമെൻറ്റ് ഇങ്ങനെ വലിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സംഭവം നോക്കി തന്നെ ഈ മെഷറിംഗ് ടേപ്പ് വാങ്ങുക. അതുപോലെ തന്നെ ഒരു 6 months ഒക്കെ കൂടുമ്പോഴത്തേക്കും ഇതൊന്ന് മാറ്റി ഒത്തിരി യൂസ് ചെയ്യുവാണെങ്കിൽ മാറ്റി വേറൊന്ന് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ലിങ്ക്, ആമസോൺ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ആമസോണിൽ ഈ ടൈലറിങ് സാധനങ്ങളെല്ലാം ഇച്ചിരി ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കഴിയുന്നിടത്തോളം നിങ്ങളുടെ അടുത്തുള്ള ഷോപ്സുകളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കഴിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, അതിൽ നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൂളെന്ന് പറഞ്ഞാൽ മെഷറിംഗ് ടേപ്പ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടൂൾസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിന് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഫസ്റ്റ് ടൂള് സ്കെയിൽ. ഇങ്ങനത്തെ ഒരു സ്കെയിൽ, ഇതെന്ന് പറഞ്ഞാൽ ഗ്രിഡിങ് സ്കെയിലെന്ന് പറയും. ഇത് 45 ഇഞ്ചസിൻ്റെയാണ് ഈ ഒരു സ്കെയിലെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ ലുലു മോളിൽ നിന്നാണെന്ന് തോന്നുന്നു മേടിച്ചത്. അപ്പോൾ ഈ ഒരു ഗ്രിഡിങ് സ്കെയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ഒരു സൈഡ് സെൻറ്റിമീറ്റർ, ഒരു സൈഡ് മീറ്ററാണ്. നമ്മുടെ സാധാ സ്കെയിൽ പോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലും മീറ്റേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗ്രിഡ്സ്, നമുക്ക് ഓരോ പോയിൻറ്റും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിഡ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, കണ്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഞാനൊരു സാധാ സ്കെയിലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇച്ചിരി വിട്ടും ഹൈറ്റൊക്കെ ഉള്ള, അപ്പോൾ സാധാരണ പെട്ടെന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ യൂസ് ചെയ്യുന്ന 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയില്. ഇത് ഫൈബർ സ്കെയിലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീലിലെ സ്കെയിലുണ്ടല്ലോ, ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യെസ്, സ്റ്റീലിൻ്റെ സ്കെയിലും കൂടെ നമുക്ക് അത്യാവശ്യം വരയ്ക്കാനൊക്കെ നമുക്ക് ഈ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് പേപ്പറിൽ വരയ്ക്കാനായിട്ട് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട കാര്യമാണ് ഫ്രഞ്ച് കർവ്സ്. ഇത് രണ്ടും സെയിം ഫ്രഞ്ച് കർവ് തന്നെയാണ് കേട്ടോ. ഫ്രഞ്ച് കർവ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ആം ഹോള്, നെക്കൊക്കെ നമുക്ക് അത്യാവശ്യമൊക്കെ ചെയ്യാനായിട്ട് ഈ ഫ്രഞ്ച് കർവ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അത്യാവശ്യം ഡ്രാഫ്റ്റിങ്ങിലും നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതുപോലത്തെ സ്കെയിൽസ്. അതായത് ഈ ഒരു സ്കെയിലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ L സ്കെയിൽ ആണ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയാനാ സ്ട്രെയിറ്റായിട്ട് നമുക്ക് ഫാബ്രിക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് നമ്മൾ പണ്ട് മാത്സിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഈ ഒരു നമുക്ക് സെറ്റ് സ്ക്വയർ അങ്ങനെ എന്തോല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് L സ്കെയിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ ആ ഒരു
തുണിയുടെ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഒരു സൈഡ് ഇങ്ങനെ ഇരിക്കും, ഒരു സൈഡ് ഇങ്ങനെ ഇരിക്കും. എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫാബ്രിക് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഫാബ്രിക് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്കെയില്. ഇത് എന്ന് പറഞ്ഞാൽ ഹിപ്പ് കർവ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പാൻസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പാൻസ് നമ്മുടെ ഹിപ്പിൽ നിന്ന് ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് നമ്മൾ ഒരു എന്താ പറയുക, ആ ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിപ്പ് കർവ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പം സാധാരണ ബോട്ടോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ അവർ എന്താണ് മാനുവലി തന്നെ അവർ വരയ്ക്കുന്നുണ്ട്. അപ്പം ഈ ഹിപ്പ് കർവ് നമുക്ക് എന്താണ് ബേസിക്കായിട്ട് നമ്മൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഹിപ്പ് കർവ് വെച്ചിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് ഒരു നീറ്റ്നെസ് കിട്ടും. അപ്പോൾ ഇതാണ് ഹിപ്പ് കർവിന് വേണ്ടിയിട്ടുള്ള സ്കെയിൽ. ഇതെന്ന് പറഞ്ഞാൽ ആം കർവാണ്. അതായത് നമ്മൾ സ്ലീവ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്ന ഒരു ആം കൈൻ്റെ ആ ഒരു സ്ലീവ് ചെയ്യുമ്പോഴത്തേക്കും വേണ്ടിയിട്ട്, ആ സ്ലീവിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഇവിടെ ഇങ്ങനെ ഇത് വന്നിട്ട് കുറച്ച് വീതി കൂടിയിട്ട് ഇങ്ങനെ ഇതിലായിട്ടല്ലേ പോകുന്നത്. അപ്പം ആ ഒരു സ്ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആം കർവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മുടെ സാധാ റൂളറാണ്. എന്താണ് 60 സെൻറ്റിമീറ്ററിൻ്റെ റൂളറാണ്. അപ്പോൾ ഈ ഒരു റൂളർ വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നമുക്ക് ഇപ്പോൾ എന്താണ് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ലെങ്ത് വൈസ് നമ്മളിപ്പോൾ ഹിപ്പിൽ നിന്ന് എത്ര ലെങ്ത് വേണം അങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ഇതൊരു 60 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈബറാണ്, അങ്ങനെ പെട്ടെന്ന് ചീത്തയാവത്തൊന്നുമില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാനുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ഇത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ചെയ്യാൻ ട്രയാങ്കിൾസ് എല്ലാ ഷേപ്സിൻ്റെയും ഒരു ടൂൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ എവിടെ പോയതാ, ഞാൻ ലുലു മോളിൽ പോയപ്പോഴത്തേക്കും മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യണ്ടേ. അപ്പം മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഞാൻ കാണിക്കാം. അപ്പം മാർക്കിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചോക്കായിരുന്നു കേട്ടോ, ടൈലറിങ് ചോക്ക്. ഈ ചോക്കെന്ന് പറഞ്ഞാൽ ഇതിലിപ്പം ഏകദേശം തീർന്നു, 1-2 പീസസേ കാണത്തുള്ളൂ. ഇങ്ങനത്തെ ചോക്കായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പെട്ടെന്ന് തറയിലൊക്കെ വീണാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ടിപ്പുണ്ടല്ലോ, ഈ ഒരു സാധനത്തിൻ്റെ ഈ ഒരു അരികിൽ ഈ ഒരു ഷാർപ്നെസ് കണ്ടോ, ഈ ഒരു ഷാർപ്നെസ് മാറുവാണെങ്കിൽ, ഷാർപ്നെസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ചോക്ക് ഷാർപ്പനർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കുവാണെങ്കിൽ മാത്രമാണ് ഷാർപ്പനായി വരുന്നത്. അപ്പോൾ ഈ ചോക്കാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പെൻസിൽസ് ഉണ്ട്, ക്രയോൺസ് എന്ന് പറയും. ഇതും എന്താണ് ഈ ക്രയോൺസ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട ഇവിടെ ഒരു നൂലുണ്ട്. ഈ നൂലിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇതിനെ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കണം. ഇത് പേപ്പറാണ്. പേപ്പർ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴത്തേക്കുമാണ് കണ്ടോ ഇതിങ്ങനെ. പക്ഷേ ഇത് ഇങ്ങനെ നമുക്ക് ഷാർപ്പനായിട്ടൊരു ഷാർപ്പ്നെസ് നമുക്ക് കിട്ടത്തില്ല. അത് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും വച്ചിട്ട് നമ്മളൊന്ന് ഷാർപ്പൺ ചെയ്ത് കൊടുക്കണം ഈ ഒരു ഷാർപ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ക്രയോൺസ് എന്ന് പറയും. ഇത് രണ്ടാമത്തെ മെറ്റീരിയൽ. ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്താണ് ചോക്ക്, ടൈലേഴ്സ് മാർക്കർ, അതിൽ ചോക്ക്, ഇത് ക്രയോൺസ്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഇച്ചിരി പഴയത് കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഇറേസബിൾ പെന്നാണ്. അപ്പോൾ ഈ പെന്നെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഇങ്കൊക്കെ തീർന്നു കേട്ടോ. അല്ല പേപ്പറിൽ വരച്ചാലേ തെളിയത്തുള്ളൂ.
ഓക്കെ, അപ്പം ഇതൊരു പെന്നാണ്, ജെൽ പെൻ പോലെ ഇരിക്കും കണ്ടോ ഈ ഒരു സംഭവം. ഇത് ഇറേസബിൾ പെന്നാണ്. നമ്മളിപ്പം ഈ ടൈലറിങ് കടകളിലൊക്കെ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഞാൻ ആമസോണിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഇതിടാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം ഒന്ന് നമ്മൾ വാട്ടർ ഒന്ന് മുക്കിയിട്ട് അതിലൊന്ന് തൂത്തുകളാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇങ്കൊക്കെ അങ്ങ് എറേസായി പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷറിങ് എടുത്തു, പിന്നെ നമ്മൾ എല്ലാം വരച്ചു, മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? കട്ട് ചെയ്തെടുക്കണം അല്ലേ? അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ളത് സിസേഴ്സാണ്. അപ്പം സിസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാറ്റേൺ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പേപ്പറിലായിരിക്കും നമ്മൾ പാറ്റേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസേഴ്സ് മേടിക്കണം. ഇത് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സിസേഴ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാബ്രിക്കിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സിസേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് മെറ്റൽ സിസേഴ്സാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സിസേഴ്സാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ആമസോൺ ലിങ്ക് ഇട്ട്, ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുറച്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കുറേ നാളായി ഞാൻ മേടിച്ചിട്ട്, ഇപ്പോഴും നല്ല പെർഫോമൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം തറയിൽ വീണു. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ടിപ്പുണ്ടല്ലോ, ഇതിൻ്റെ ടിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം കാരണം നമുക്ക് എന്താ പറയാനാ, എന്തെങ്കിലും നമുക്ക് ഈ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഈ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു നോച്ചസ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ ഭയങ്കര, അതുപോലെ തന്നെ നമ്മൾ കോർണറിലൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും, പക്ഷേ ഇത് ഒരു പ്രാവശ്യം തറയിൽ വീണപ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു ടിപ്പിൻ്റെ ആ ഒരു ഷാർപ്നെസ് കുറഞ്ഞു. ഇപ്പം ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു സിസേഴ്സ് മേടിക്കണം. അപ്പം ഇത് ഭയങ്കര കെയറായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് തറയിലൊന്നും വീഴാൻ പാടില്ല, പേപ്പർ കട്ട് ചെയ്യാൻ പാടില്ല, ഓൺലി ഫാബ്രിക് മാത്രം, ക്ലോത്ത് മാത്രമേ കട്ട് ചെയ്യാവൂ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് സിസേഴ്സിന് പകരം നമുക്ക് നമ്മുടെ കട്ടർ മെഷീൻസ് ഉണ്ട്. സിംഗിൾ ക്ലോത്തൊക്കെ കട്ട് ചെയ്യാനുള്ള കട്ടർ മെഷീൻസ് ഉണ്ട്. അപ്പം അത് ഞാൻ നോക്കിയിട്ടില്ല, അത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം തൽക്കാലം ഇത് പേപ്പർ കട്ട് ചെയ്യുന്നത്, ഇത് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കത്രിക തന്നെ, ഇപ്പം ക്ലോത്ത് മുറിക്കുന്ന കത്രിക തന്നെ പഴയതാകുമ്പോൾ അത് പേപ്പർ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് സാധാരണ ഇതുപോലെ എത്ര രൂപയാകും ഇതൊരു 100 രൂപീസിനകത്ത് വരുമെന്ന് തോന്നുന്നു, അത്രേ അകത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിനി എന്താ വരുന്നത്, പാറ്റേൺ മേക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും പേപ്പർ കട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഇത്ര വലുത് വേണമെന്നില്ല നിങ്ങൾക്ക്, പക്ഷേ തീരെ ചെറുതാകരുത്. തീരെ ചെറുതായാൽ നമുക്ക് ഭയങ്കര കഷ്ടമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അടുത്ത വേറൊരു സംഭവം പരിചയം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫാബ്രിക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിൻ വേണം. പിന്നെ അതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന് പിന്ന് ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ നമ്മൾ മേടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ജ്യോതി പേൾ ഹെഡ് പിൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇത് ഞാനൊരു പാക്കറ്റായിട്ടാണ് മേടിച്ചത്. ഇതിനകത്ത് 10 പീസസ് എന്തോ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് പക്ഷേ നല്ല ഇച്ചിരി ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ മേടിച്ചിരുന്നത് അതിൻ്റെ എൻഡിൽ ആ ഷാർപ്നെസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെക്കുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ വലിഞ്ഞു പോകുക അങ്ങനത്തെ ഉള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. കണ്ടോ, ഇതാണ് പേൾ ഹെഡ് പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഷാർപ്പനാണ് ഇതിൻ്റെ എഡ്ജ്. ഇതിൻ്റെ കമ്പനി എന്ന് പറയുന്നത് ജ്യോതി പേൾ ഹെഡ് പിൻ എന്നാണ് ഞാൻ കാണിച്ചിട്ട്. ഇത് ഇതിപ്പോൾ തലകുത്തനെയല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് ജ്യോതി പേൾ ഹെഡ് പിൻ എന്നാണ്. അപ്പം ഇതിൻ്റെ ഞാൻ ആമസോൺ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ, നിങ്ങൾക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജോർജറ്റ് മെറ്റീരിയലൊക്കെ നമ്മൾ എടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിങ്ങോട്ട് വലിക്കുമ്പം അങ്ങോട്ട് പോകും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഈ പിൻ വെച്ചിട്ട് കറക്റ്റായിട്ട് 4ആയിട്ട് മടക്കി ഈ പിൻ വെച്ച് കുത്തി അങ്ങ് വെക്കുവാണെങ്കിൽ അവിടെ അങ്ങ് ഇരുന്നോളൂ ആ സാധനം. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് വരച്ചാൽ മതി. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് പേൾ ഹെഡ് പിൻ എന്ന് പറയും. ഇത് ഞാൻ വേറൊരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇങ്ങനത്തെ പിന്നാണ്. നമ്മൾ എന്താ പണ്ട് മൊട്ടുസൂചി എന്നൊക്കെ പറയത്തില്ലേ,
ഉണ്ട്. ഇത് പക്ഷേ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല, അത്ര കംഫർട്ടബിൾ അല്ല എനിക്കിത്. ഇത് ഷാർപ്പനൊക്കെ തന്നെയാണ്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് എനിക്ക് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഇത് അത്ര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല, അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല. അത് തന്നെയാണ് കംഫർട്ടബിളായിട്ട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ലുലു മോളിൽ പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ലുലു മോളിൽ ഇങ്ങനെ ജസ്റ്റ് കറങ്ങി നടന്നപ്പോഴത്തേക്കും കണ്ടപ്പോൾ മേടിച്ചതാണ്. ഓക്കെ, ഇനി നമ്മൾ പിന്നൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ത്രെഡ് അല്ലേ? നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രെഡാണ് വേണ്ടത്. അപ്പോൾ ത്രെഡ് ഞാൻ ഇവിടെ വർത്തമാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കമ്പനിയുടെ ത്രെഡാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ ഏകദേശം ഇത് എന്താണ് റെഡിൻ്റെ വേരിയൻസാണ് ഇവിടെ ഇപ്പോൾ അടുക്കി വെച്ചിരിക്കുന്നത്, റെഡ് അങ്ങനത്തെ. അപ്പോൾ വർദ്ധമാൻ്റെ ത്രെഡ് നല്ലതാണ് കേട്ടോ. ചില ത്രെഡ് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ത്രെഡ് മേടിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പോകും നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈ വർദ്ധമാൻ്റെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ വർദ്ധമാനിൻ്റെ തന്നെ അവർക്ക് ഒരുപാട് കോഡ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ ലേഡീസ് ഡ്രസ്സിനുള്ള കോഡുണ്ട്, ജെൻറ്റ്സ് ഡ്രസ്സിനുള്ള കോഡുണ്ട്. അപ്പം ലേഡീസിൻ്റെ H304 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡിലുള്ള ഒരു സംഭവമാണ് ഞാൻ മേടിച്ചത്. അതുപോലെ തന്നെ വേറൊരെണ്ണം എന്ന് പറഞ്ഞാൽ H196. ഇത് നമുക്ക് കോഡ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും, ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ടോ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം. ഇത് ഇത്രയും കളേഴ്സ്, ഇത്രയും ഷെയ്ഡ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഡാർക്ക് ഷെയ്ഡ്. അപ്പം ലേഡീസ് ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പം അവർ ഡാർക്ക് ഷെയ്ഡ്സാണ് വരുന്നത്. അപ്പം ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ ഒരു ബോക്സും പിന്നെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ഒരു ബോക്സും വാങ്ങിച്ച് വെച്ചിരുന്നത്. അത്യാവശ്യം നമുക്ക് ചെയ്യാനുള്ള ഡ്രസ്സിൻ്റെ കളേഴ്സൊക്കെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വർത്തമാൻ്റെ നല്ല ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഈ ഒരു ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഈ ഡമ്മി, ഇത് നമ്മൾ എന്താ പറയാനാ, ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്യാനും നമുക്ക് മെഷർമെൻറ്റ് അളവൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് ഈ ഡമ്മി ആവശ്യമാണ്. അപ്പം അത് ഞാൻ ഇതിൻ്റെ നമുക്ക് ഡിസൈനിങ് സെഷനിലോട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അയൺ ബോക്സ് ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് അത് പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം, അതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുക. വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ ഹിപ്പ് കർവും ഈ സംഭവങ്ങളൊക്കെ വേണമെന്നില്ല കേട്ടോ. ഇത് ഉണ്ടായിരുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു റൂളർ, അതാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ബോക്സ് ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ ഈ ഒരു ഷെയ്ഡ് കിട്ടുമ്പോൾ വീണ്ടും നമ്മൾ പോയി ഈ കളർ മേടിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ 2 ബോക്സ് ഉണ്ടായിരുന്നു. എളുപ്പമാണ് ഇതൊക്കെ, നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി, അത്യാവശ്യം ഇത്രയും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നമ്മുടെ പഴയ സീരീസിൻ്റെ ബാക്കിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഷ്ടമുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ടാറ്റ, ബൈ, ഓക്കെ, സീ യു, ബൈ.